2 ദിവസം മുമ്പ് നാടിനെ ഞെട്ടിച്ച് സിനിമാ സ്റ്റൈലിൽ ജീവനക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് കൊള്ളയടിച്ച പ്രതി ചാലക്കുടി ആശാരിപ്പാറയിലെ റിജു ആന്റണി പിടിയിലായി. ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ മണിക്കൂറാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള ഭാര്യ അയച്ചു കൊടുത്ത പണം മുഴുവൻ ദൂർത്തടിച്ച് കളഞ്ഞ് പ്രതി റിജു അടുത്ത മാസം ഭാര്യ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നറിഞ്ഞ് പണം നൽകാൻ വേണ്ടി ബാങ്ക് കൊള്ളടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് വ്യക്തമാക്കുന്നത്. ഭാര്യയെ ഭയന്ന് ബാങ്ക് കൊള്ളടിക്കും, ഈ ചോദ്യം ബാക്കിയാകുന്നു. പ്രതിയെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം വളരെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. ബാങ്ക് കൊള്ളയ്ക്ക് പിന്നിലെ കഥ ഓരോന്നോരോന്നായി അടുത്ത മണിക്കൂർ പുറത്തു വരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശാസ്ത്രീയ സാധ്യതകൾ ഉപയോഗിച്ച് പോലീസ് നടത്തിയ തെരച്ചിലാണ് അവസാനം പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആശാരിപ്പാറയിൽ നിന്ന് നമുക്കൊപ്പം സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഈ പ്രതി എവിടെ. കാര്യം നട്ടുച്ചയ്ക്ക് പോട്ട പോലൊരു ജംഗ്ഷനിൽ നിന്ന് ഒരു ഫെഡറൽ ബാങ്ക് പോലൊരു അറിയപ്പെട്ട ബാങ്ക് കൊള്ളയടിക്കാൻ ഒരാൾ തീരുമാനിക്കുക, 45 ലക്ഷം രൂപ ഇരുന്ന സ്ഥലത്ത് നിന്ന് 15 ലക്ഷം രൂപ മാത്രം അപഹരിച്ച് പിന്മാറുക. വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറിയ ഹിന്ദി സംസാരിച്ച ഈ മോഷ്ടാവ് മലയാളിയാണെന്ന് തുടക്കത്തിലെ തന്നെ പോലീസിന് മനസ്സിലായി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സൂരജ് സജി? തീർച്ചയായും SKN, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ മോഷണം സംബന്ധിച്ചിപ്പോൾ പുറത്തു വരുന്നത്. മോഷണത്തിന്റെ പിന്നാമ്പുറ കഥകളിലെ ചുരുളഴിയുമ്പോൾ ഏവരെയും ഞെട്ടിക്കുന്നു, നമ്മളെപ്പോലും ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് SKN. അതായത് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബമായിരുന്നു റിജോ ആന്റണിയുടേത്. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു. റിജോയും 2 കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായി മുന്നോട്ട് പോകുന്ന ജീവിതം. ഇതിനിടയിൽ ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് നിന്ന് ജോലിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത്, റിജോയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും. പക്ഷേ റിജോ ഈ പണം സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ദൂർത്തടിച്ചു തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് വലിയ 5 സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും, അവിടുത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും. അത് മാത്രമല്ല, റിജോയുടെ ചില സുഹൃത്തുക്കളുണ്ട് ഈ ചാലക്കുടി മേഖലയിലെല്ലാം തന്നെ. ആ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലപ്പോഴും പാർട്ടികൾ നടത്തിയിരുന്നു. അങ്ങനെ ഭാര്യ അയച്ചു നൽകിയ പണമെല്ലാം തന്നെ ഈ റിജോ ചെലവഴിച്ചു തീർത്തു. അടുത്ത മാസം ഭാര്യ വരുമെന്നറിഞ്ഞ വേളയിൽ റിജോയെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയ്ക്കിടയാക്കി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എങ്ങനെയെങ്കിലും ഈ ഭാര്യ പലപ്പോഴായി അയച്ച പണം അത് ഈ അക്കൗണ്ടിൽ തിരികെ എത്തിക്കണം. അതിനുവേണ്ടിയാണ് റിജോ ഈ ഫെഡറൽ ബാങ്കിലെത്തി 15 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ളതാണ് SKN നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അതിന് മോഷ്ടാവ് ഉപയോഗിച്ച മോഷണ രീതിയും ഞെട്ടിക്കുന്നതാണ്. അതായത് ഈ പ്രതി ഒരു ദിവസം നമ്മുടെ ഈ പോട്ടയിലെ ബാങ്കിന് എതിർവശത്തെ പള്ളിയിലെത്തുന്നു. ആ പള്ളിയിലെത്തുന്ന സമയത്താണ് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരം പ്രതി മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ബാങ്കിലെത്തി ബാങ്കിലെ സാഹചര്യമെല്ലാം പ്രതി മനസ്സിലാക്കുന്നു. പിന്നീട് ദിവസങ്ങൾ നീണ്ട പ്ലാനിംഗ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് സ്വാഭാവികമായും ഈ മോഷണം നടന്നാൽ ആദ്യം തപ്പുക CCTV ദൃശ്യമാണെന്ന് ഇയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതി കാര്യങ്ങൾ ചെയ്തു. അതിന് ഇയാൾ ചെയ്തത് 2 ടീഷർട്ട് ധരിച്ചു, അതിന് മുകളിൽ ഒരു ജാക്കറ്റ്, ഹെൽമറ്റിനകത്ത് ഒരു കണ്ണടയും ഒരു കൂളിംഗ് ഗ്ലാസും വച്ചു. അങ്ങനെ പ്രതി ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ കടന്നു കളയുകയും ചെയ്തു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അരിച്ചു പറക്കിയെങ്കിലും ഈ ജാക്കറ്റ് ധരിച്ച ഈ സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഒടുവിൽ പോലീസ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളിലെ നമ്പറുകൾ ശേഖരിക്കുന്നു. ഒരു ടവറിൽ ഒരു സമയം എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണ്. അത്തരത്തിലുള്ള ഒരു മാസ് നമ്പർ വിവിധ ടവറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഈ CCTV ദൃശ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളും അവയുടെ ഫോൺ നമ്പറുകളും പോലീസ് ട്രേസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ടീഷർട്ട് ധരിച്ചു പോകുന്ന ഒരു യുവാവിലേക്ക്, ഒരു ചെറുപ്പക്കാരനിലേക്ക് പോലീസിന്റെ നോട്ടം എത്തുന്നത്. 3 തവണ ഇത് ക്രോസ് മാച്ച് ചെയ്യുമ്പോഴും ഇയാളിലേക്കാണ് പോകുന്നത്. പക്ഷേ അതൊരു ടീഷർട്ട് ധരിച്ച് സാധാരണ പോകുന്നത് പോലെയാണ് പോലീസിന് തോന്നിയത്. ഇതോടുകൂടി പോലീസ് ഈ പോട്ട കഴിഞ്ഞു വരുന്ന ദേശീയപാതയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അവിടെ വച്ച് ഇയാൾ ഈ ജാക്കറ്റ് മാറി ഈ ടീഷർട്ട് മാത്രം ഇട്ട് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ SKN ഈ പേരാമ്പ്രയിലടക്കം പോലീസിന്റെ വ്യാപക തിരച്ചിലുകൾ ഉണ്ടായിരുന്നു. SKN നമ്മളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിവരം ഉണ്ടായിരുന്നു SKN. പക്ഷെ നമ്മൾ ഈ പേരാമ്പ്രയിൽ തെരച്ചിൽ നടത്തുന്ന കാര്യം മറച്ചു വെച്ചു SKN. പകരം നമ്മൾ ചെയ്തത് ആ സമയത്ത് ഈ പ്രതി, പോലീസ് നമ്മളോട് അത് ആവശ്യപ്പെട്ടതാണ്, അത്തരത്തിലൊരു തിരച്ചിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതി രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ പ്രതിയെ ഇപ്പോൾ DYSP ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു. DYSP ഓഫീസിലേക്ക് പ്രതി എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. DYSPയുടെ ഓഫീസിലേക്ക്, ക്യാബിനിലേക്ക് പ്രതി എത്തിച്ചിരിക്കുന്നു, കയറ്റിയിരിക്കുന്നു. ഇനി പറയുന്നത്, പോലീസ് പറയുന്നത്
പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച പ്രതി പിടിയിലായി. റിജോ ആന്റണി എന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വളരെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ അയച്ച പണം മുഴുവൻ കൂട്ടുകാർക്കൊപ്പം ദൂർത്തടിച്ചതിന് ശേഷം 2 മാസത്തിന് ശേഷം മടങ്ങി വരുന്ന ഭാര്യയെ ഭയന്ന് ഭാര്യയ്ക്ക് പണം മടക്കി കൊടുക്കാനായി ഫെഡറൽ ബാങ്ക് നട്ടുച്ചയ്ക്ക് കൊള്ളയടിച്ച പ്രതിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. റിജോ ആന്റണി. ഏറ്റവും സങ്കടകരമായ കാര്യം, ഇയാൾക്ക് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരെക്കുറിച്ച് പോലും ഇയാൾ ആലോചിച്ചില്ല. വളരെ ആർഭാടമായ രീതിയിൽ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു അത്. വിദേശത്ത് അധ്വാനിച്ച് പണം അയക്കുന്ന ഭാര്യയുടെ പണം മുഴുവൻ സുഹൃത്തുക്കൾക്കൊപ്പം ദൂർത്തടിച്ചതിന് ശേഷം പിന്നീട് പണമുണ്ടാക്കാൻ കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പ വഴിയാണ് 2-3 മിനിറ്റ് മാത്രം എടുത്ത ബാങ്ക് കൊള്ള. ജോമാൻ പുത്തൻപുരയ്ക്കൽ എനിക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് ഷോയിൽ പറഞ്ഞു ഈ പ്രതി മിക്കാറും ഇന്ന് തന്നെ പിടിക്കും പോലീസ്. എനിക്കങ്ങനെ തോന്നിയതാണ്. ജസ്റ്റ് ഒരു ഗിസിങ് മാത്രമായിരുന്നു, അല്ല ഒരു പ്രവചന സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാരണം ശാസ്ത്രീയമായ അന്വേഷണ രീതിയിലൂടെ കേരള പോലീസിന് ഇത് കണ്ടെത്താൻ കഴിയും. കാരണം നാട് മുഴുവൻ CCTV ഉള്ള ഒരു കാലത്ത് മൊബൈൽ ടവർ ലൊക്കേഷൻ വഴിയൊക്കെ തന്നെ ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള സാധ്യതകൾ മുന്നിലുള്ളപ്പോഴാണ് പോലീസ് സേനയ്ക്ക് ഇയാളെ പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രഖ്യാപനം ഞാനിന്ന് മോർണിംഗ് ഷോയിൽ നടത്തിയത്. എന്തായാലും രാവിലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ലേഖകൻ സൂരജ് സജിക്ക് ഏകദേശം വിവരങ്ങൾ ലഭ്യമായിരുന്നു. പക്ഷേ ഈ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് നമ്മൾ സഹായം നൽകുക എന്നതിൻ്റെ പേരിൽ ചില വിവരങ്ങൾ നമ്മൾ മറച്ചുവെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ പ്രതിയെ പോലീസ് വളരെ പൊക്കിയെടുത്ത് വെറും 3 മിനിറ്റ് മാത്രമാണ് ഇയാൾ സ്കൂട്ടറിലെത്തി ഈ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിക്കാനെടുത്ത സമയം. കാരണം അപ്പോൾ ഹിന്ദിയിലാണ് ഇയാൾ സംസാരിച്ചതെങ്കിലും ആൾ മലയാളിയാണെന്ന് പെട്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലായി. എന്ന് മാത്രമല്ല ഫെഡറൽ ബാങ്കിനെ അടുത്തറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മോഷണത്തിൻ്റെ ബില്ലെന്ന് പോലീസിന് മനസ്സിലായി. കാരണം അത്രയ്ക്ക് വളരെ പരിചിതമായ സ്ഥലത്ത് കയറുന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ സ്കൂട്ടറിൽ വന്ന് ഒരു കൊച്ചു പിച്ചാത്തിക്ക് മുന്നിലാണ് ഇയാൾ ഈ കൊള്ളയൊക്കെ നടത്തിയത്. കൂടുതൽ പണം അവിടെ ഇരുന്നെങ്കിലും അത്യാർത്തി കാണിക്കാതെ 15 ലക്ഷം രൂപ മാത്രമെടുത്ത് മടങ്ങിപ്പോയ മഹാമനസ്കനായ പ്രതിയാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായത്. ഒരുപക്ഷെ വിദേശത്ത് നിന്ന് ഒരുപക്ഷെ നമ്മുടെ വാർത്ത വഴിയായിരിക്കാം ഒരുപക്ഷെ ഭാര്യ ഇത് വിദേശത്ത് നിന്ന് കേൾക്കുന്നത്. അവർ ഞെട്ടിയിട്ടുണ്ടാകും. താൻ അയക്കുന്ന പണം മുഴുവൻ ദൂർത്തടിച്ച് ഭർത്താവ് തന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബാങ്ക് തന്നെ കൊള്ളയടിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ആ ഭാര്യയ്ക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചൊന്നും ഈ പിതാവ് ആലോചിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണ് ഇയാൾക്ക് ഒരുപക്ഷെ ഇത്രയും വലിയൊരു ധൈര്യം ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ കിട്ടിയത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും കൂടുതൽ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. സൂരജ് സജി ഈ മോഷണം നടന്നതിന് ശേഷം കൃത്യമായി കേസ് പിന്തുടരുന്ന സൂരജ് സജി വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ നോക്കിയും പ്രതി കുറ്റസമ്മതം നടത്തിയതാണ്. പ്രതിയോട് നമ്മൾ ചോദിച്ചു ഇത് കടത്തിന്റെ പേരിലായിരുന്നു ഈ മോഷണം എന്ന് ചോദിക്കുമ്പോൾ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. സാറ് ചോദ്യം ചെയ്യാനായി പോവുകയാണല്ലേ? ചോദ്യം ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ കോൺട്രഡിക്ടറി ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അത് പരിശോധിക്കാനുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യൽ ചെയ്തു, അയാൾ സമ്മതിച്ചു. പക്ഷെ നമുക്ക് റിക്കവറിയെ സംബന്ധിച്ച് റിക്കവറി ഭാഗം കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഞാൻ പറയാം, കുറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ട്, വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രീഫിംഗ് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണമാണ് കേട്ടത്. അതായത് ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. അത് ചോദിച്ചറിയുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസിലേക്ക് കയറിപ്പോകുന്നതാണ് കണ്ടത്. പ്രതി ഇപ്പോൾ ഉള്ളത് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ഉള്ളത്. SKN അതോടൊപ്പം തന്നെ ഈ മോഷണത്തിലേക്ക് വരികയാണെങ്കിൽ SKN ഈ റിജോയുടെ ഭാര്യ പലപ്പോഴായി വിദേശത്തു നിന്ന് ഈ അയച്ചു കൊടുത്ത ആ പണം ഇയാൾ ദൂർത്തടിച്ച് ചിലവഴിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഭാര്യ അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പണം എങ്ങനെയെങ്കിലും തിരികെ വെക്കണം, അതിന് പ്രതിക്ക് മുന്നിൽ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് പ്രതി ഈ ഫെഡറൽ ബാങ്കിന്റെ ശാഖയ്ക്ക് മുന്നിലുള്ള പള്ളിയിലെത്തുന്നതും അവിടെ വെച്ച് ഈ ബാങ്ക് ശ്രദ്ധയിൽപ്പെടുന്നതും അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. അവിടെ സെക്യൂരിറ്റി ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പ്രതിയുടെ ചില സുഹൃത്തുക്കൾ ഈ ബാങ്കിന് സമീപത്തൊക്കെ ഉണ്ടായിരുന്നു. അവരെ കാണാൻ പോകുന്ന സമയത്തെല്ലാം തന്നെ ഈ പ്രതിയുടെ ശ്രദ്ധയിൽ പലപ്പോഴും ഈ ബാങ്ക് പെട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ബാങ്കിലെ സുരക്ഷാ സംവിധാനത്തിന്റെ വീഴ്ച പ്രതി ബോധപൂർവ്വം മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് എങ്ങനെ പണം മോഷ്ടിക്കാമെന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രതി ബാങ്കിനകത്ത് കയറുകയും ചെയ്തു. അതിനുശേഷം വിശദമായ പ്ലാനിങ്ങോടുകൂടി, അതായത് ദിവസങ്ങളെടുത്ത ഒരു പ്ലാനിങ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് 2 മണിക്കും 2:30ക്കും ഇടയ്ക്ക് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം തന്നെ നോക്കിക്കൊണ്ട് പ്രതി ബാങ്കിലെത്തുകയും 3 മിനിറ്റ് നേരം കൊണ്ട് അവിടെ നിന്ന് ഈ 15 ലക്ഷം രൂപയും എടുത്ത് പ്രതി കടന്നു കളയുന്നത് നേരെ ദേശീയപാതയിലേക്ക് വരുന്നു.
പോവുകയായിരുന്നു. ദേശീയപാതയിൽ വന്നിരുന്ന പ്രതി ശരീരത്തിൽ ധരിച്ചിരുന്ന ജാക്കറ്റ് മാറ്റി 2 ടീഷർട്ടുകൾ അതിനടിയിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ടീഷർട്ടുകൾ ഈ ടീഷർട്ട് മാത്രം ധരിച്ചുകൊണ്ട് പിന്നീട് പ്രതി ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ SKN ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് ഈ മാസമായി ഇവിടെ ഉണ്ടായിരുന്ന ടവറുകളിലെ ഈ ഫോൺ നമ്പറുകൾ എടുക്കുന്നു. അത് ഇന്ന് രാവിലെ നമ്മൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ ഈ ടെലികോം മന്ത്രാലയവുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇന്നലെ ഒരു അവധി ദിനമായതിന്റെ ഒരു പ്രശ്നം ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ആ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതെന്നും പോലീസ് നമ്മളോട് തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. അങ്ങനെ ആ വിവരങ്ങൾ സോർട്ട് ചെയ്തതിൽ നിന്നാണ് ഈ ടീഷർട്ട് ധരിച്ചു പോകുന്ന ഒരാൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് 3 തവണ ഇവർ ഈ നമ്പറുകൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തും ഈ സ്പെസിഫിക് CCTV വിഷലും ഈ നമ്പറും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇയാളിലേക്ക് തന്നെ എത്തുന്നു. പക്ഷേ ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഇതോടുകൂടി കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോൾ ഹൈവേ കരികിൽ നിന്ന് ഇയാൾ വസ്ത്രം മാറുന്നതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ CCTV വിഷ്വലിന് പിന്നാലെയാണ് ഈ പേരാമ്പ്ര അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് SKN ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പ്രതികരിക്കും എന്ന് തോന്നുന്നു. കാണിക്കുകയാണ്, പ്രതിയെ പ്രദർശിപ്പിക്കുകയാണ്. CA എന്ത് ചെയ്യേ നിങ്ങൾ ഇവിടെ സൈഡിൽ ഇരുന്നാൽ മതി. ഇവിടെ ഇച്ചിരി സ്പേസ്, അല്ലെങ്കിൽ ചെറിയ കസേര ഉണ്ടെങ്കിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. ചെറിയ കസേര ഉണ്ടെങ്കിൽ നടന്ന് എടുത്താണ് സൈഡിലോട്ട്. സജീവ് കൂടി ഇരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ, നമ്മുടെ ടീമെല്ലാം സൈഡിൽ വരണം.